A+2 സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഏപ്രിൽ 1 മുതൽ നിലവിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മൾ ആധാരം രജിസ്റ്റർ ചെയ്യാൻ രജിസ്ട്രേഷൻ ഓഫീസിൽ പോകുമ്പോൾ സാധാരണ നിലയിൽ വിരലടയാളം പതിപ്പിക്കേണ്ടതുണ്ട്. ഇടത് തള്ള വിരലിൽ മഷി പുരട്ടിയാണ് വിരലടയാളം പതിപ്പിക്കുന്നത്. എന്നാൽ ഏപ്രിൽ 1 മുതൽ ആ രീതിക്ക് മാറ്റം വരികയാണ്. ബയോമെട്രിക് സ്കാനിംഗ് വഴി ആണ് ഇനി വിരലടയാളം ആധാരങ്ങളിൽ പതിപ്പിക്കുന്നത്. ഇതിൻ്റെ തുടക്കമായി ഏപ്രിൽ 1 മുതൽ 315 സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ആരംഭിക്കും. നിലവിൽ ഇതിൻ്റെ പൈലറ്റ് പദ്ധതി എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ആരംഭിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ തുടങ്ങുന്നത് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നത് വിൽപ്പന നടത്തുന്ന ആധാരങ്ങളിൽ പതിപ്പിക്കുന്ന വിരലടയാളങ്ങൾ മാത്രമാണ്. തുടർന്ന് മറ്റെല്ലാ തരത്തിലുള്ള ആധാരങ്ങളിലും ബയോമെട്രിക് സ്കാനിംഗ് വഴിയായിരിക്കും വിരലടയാളം പതിപ്പിക്കുക. ഇങ്ങനെ വിരലടയാളം ബയോമെട്രിക് സ്കാനിംഗ് വഴി പതിപ്പിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം ആൾമാറാട്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച വിരലടയാളം തന്നെയാണോ ഈ ആധാരം രജിസ്റ്റർ ചെയ്യാൻ എത്തിയ വ്യക്തി ആധാരത്തിൽ പതിപ്പിക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ കഴിയും. അഥവാ ആൾമാറാട്ടം ഇനി കണ്ടുപിടിക്കപ്പെടും. നിലവിൽ വിരലടയാളം സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു ബയോമെട്രിക് സ്കാനിംഗ് ഇല്ലായിരുന്നു. മഷി പുരട്ടിയുള്ള വിരലടയാളം പതിപ്പിക്കൽ മാത്രമാണ് നടന്നിരുന്നത്. അതുകൊണ്ട് ആൾമാറാട്ടം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇനി മുതൽ നടക്കുന്ന ബയോമെട്രിക് സ്കാനിംഗ് വഴിയുള്ള വിരലടയാളം പതിപ്പിക്കൽ ആൾമാറാട്ടം ഒഴിവാക്കാൻ സഹായിക്കും എന്നുള്ളതാണ് സർക്കാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു മേന്മ. ഇത് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നത് 315 സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ആയിരിക്കും. തുടർന്ന് കേരളത്തിലെ എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലേക്കും ഇത് ഉണ്ടാവുകയും ചെയ്യും. ഇത് സംബന്ധിച്ച് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടതില്ല. പകരം നിങ്ങൾ അവിടെ എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാറ്റമായിരിക്കും സബ് രജിസ്ട്രാർ ഓഫീസിൽ ഉണ്ടാവുന്നത് എന്ന് മാത്രം നിങ്ങൾ അറിയാൻ വേണ്ടിയുള്ളതാണ് ഈ എപ്പിസോഡ്. സംസ്ഥാനത്ത് ഇത്തരത്തിൽ നമ്മൾ അറിയേണ്ടതായ വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, പൊതുവെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നാണെങ്കിൽ ഈ ചാനൽ ആ വിഷയം ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും. അതിൻ്റെ ഭാഗമായുള്ളതാണ് ഈ എപ്പിസോഡ് എന്നുകൂടി നിങ്ങളെ അറിയിക്കുന്നു. നന്ദി.